വാട്സാപ്പ് ഉപഭോക്താക്കൾ ജാഗ്രതയെ. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണലായ ചാറ്റിങ്ങും അതുകൂടാതെ വീഡിയോകളും മറ്റൊരാൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വാട്സപ്പിൽ ഇപ്പോൾ ഗോസ്റ്റ് പയറിംഗ് എന്ന് പറയുന്ന ഒരു സ്കാം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഇത് യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് പടർന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സ്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ മുമ്പൊക്കെ വാട്സപ്പ് ഹാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് OTP അയച്ചു തരും. ഈ വഴിയാണ് നിങ്ങളുടെ വാട്സപ്പ് മുമ്പൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹാക്ക് ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ പരമായ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഹാക്കർമാർ ഇപ്പോൾ വാട്സപ്പ് ഹാക്ക് ചെയ്യുന്നത്. അതിനായി ഒരു QR കോഡ് മാത്രമാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഗോസ്റ്റ് പയറിംഗ് എന്നുള്ളതാണ്. അതുകൂടാതെ ഗോസ്റ്റ് പയറിംഗ് സൈബർ തട്ടിപ്പിൽ നിന്ന് നമ്മളെ വാട്സപ്പിനെ എങ്ങനെ നമുക്ക് സുരക്ഷിതമാക്കി വെക്കാം എന്നുള്ളതും കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യമായി നോക്കുന്നത് ഗോസ്റ്റ് പയറിംഗ് എന്താണ്. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അറിയാതെ തന്നെ ഹാക്കറിൻ്റെ മൊബൈലിലും അല്ലെങ്കിൽ ലാപ്ടോപ്പിലും ലിങ്ക്ഡ് ഡിവൈസ് ആയി കണക്ട് ചെയ്യുന്ന ഒരു തട്ടിപ്പാണിത്. നിങ്ങളൊരു QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഹാക്കറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഹാക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത് അതുകൂടി നമ്മൾ അറിഞ്ഞു വെക്കുക. ഒരു ഹാക്കർ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്തുകൊണ്ടോ ഞാൻ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി ടീമാണ്, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യണം, അതുകൂടാതെ പുതിയ ഫീച്ചർ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയും വേണം, അതിനുശേഷം നിങ്ങൾക്ക് അവർ ഒരു QR കോഡ് അയച്ചു തരും. സാധാരണയായി നമ്മൾ വാട്സപ്പിൻ്റെ സെക്യൂരിറ്റി ടീമാണെന്ന് കരുതി ആ QR കോഡ് സ്കാൻ ചെയ്ത നിമിഷം മുതൽ നമ്മളുടെ എല്ലാ ആക്സസും ഈ ഹാക്കറിന് ലഭിക്കുന്നതാണ്. ഈ ഗോസ്റ്റ് പയറിംഗ് സൈബർ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഹാക്കായിട്ടുണ്ടോ എന്നറിയാൻ 3 അലേർട്ടുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ ഒന്നാമത്തേത്, വാട്സപ്പിൽ ലിങ്ക് ഡിവൈസിൽ നിങ്ങൾ അറിയാത്ത ഏതെങ്കിലും ഡിവൈസ് നിങ്ങൾ അതിൽ ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി അത് ലോഗ് ഔട്ട് ചെയ്യുക. രണ്ടാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ മെസ്സേജ് റീഡ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ സീൻ മാർക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, യുവർ അക്കൗണ്ട് ഈസ് ലിങ്ക്ഡ് എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ഹാക്കർ നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്ത് എന്ന് വിചാരിക്കുക. നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് തടയാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് സെറ്റിങ്സുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങൾ പ്രത്യേകം ആ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഗോസ്റ്റ് പയറിംഗ് എന്ന് പറയുന്ന സൈബർ തട്ടിപ്പിൽ നിന്ന് നിങ്ങളുടെ ഡിവൈസ്, നിങ്ങളെ വാട്സപ്പ് നിങ്ങൾക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി പറ്റും. അത് ഏതൊക്കെ സെറ്റിംഗ് ആണെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാണിച്ചു തരാം. നിങ്ങളുടെ വാട്സപ്പിൽ കുറച്ച് സെറ്റിംഗ്സുകൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ആ സെറ്റിംഗ്സുകൾ നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനായി ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഓപ്പൺ ആകുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും അറിയുന്ന ഡിവൈസ് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് എൻ്റെ പേര് തന്നെയാണ് ഇവിടെ താഴെ കാണുന്നത്. ഈ ഡിവൈസ് ഞാൻ തന്നെ ലിങ്ക് ചെയ്തതാണ്. ഇനി നിങ്ങൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഏതെങ്കിലും ലിങ്ക്ഡ് ഡിവൈസ് ഇതിൽ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ലിങ്ക് ഡിവൈസ് ഉണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ അത് ലോഗ് ഔട്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും വാട്സപ്പ് റീഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ വാട്സപ്പിന്റെ ലിങ്ക്ഡ് ഡിവൈസ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ നിങ്ങൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും താഴെ കാണുന്ന സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ ആദ്യം കാണുന്ന അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായും നിങ്ങൾ ചെയ്തു വെക്കുക. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇന്റർഫേസ് ആണ് വരിക. ഇത് ചെയ്തു വെച്ചാലുള്ള ഗുണം, ഒരു ഹാക്കറിനും നിങ്ങളുടെ ഡിവൈസിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റത്തില്ല. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം നിങ്ങൾ ബാക്ക് പോവുക. ശേഷം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ മുകളിൽ തന്നെ ഇമെയിൽ അഡ്രസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഇമെയിൽ ID ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ഇന്റർഫേസ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശേഷം ബാക്ക് പോവുക. ശേഷം സെറ്റിംഗ്സിൽ താഴെ കാണുന്ന സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസിൽ താഴെ മീഡിയ ഔട്ടോ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ 3 ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഫോട്ടോസ്, ഓഡിയോസ്, വീഡിയോസ്, ഡോക്യുമെന്റ് ഇതുപോലുള്ള ഓപ്ഷനുകൾ കാണാൻ വേണ്ടി പറ്റും. ഇതിൽ നിങ്ങൾ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കുകളെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾ 3ഉം ചെക്ക് ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണം, നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന ഓഡിയോകളും വീഡിയോകളും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകത്തില്ല. ഇനി ഹാക്കർമാർ നിങ്ങളുടെ മൊബൈലിൽ ഫോട്ടോസോ വീഡിയോസോ അയച്ച് അതുവഴി നിങ്ങളെ ഹാക്ക്
ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ടിക്ക് മാർക്ക് ഓപ്പൺ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഡിവൈസ് നമ്മൾക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങളുടെ വാട്സപ്പ് ഹാക്ക് ആയെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 1930 എന്ന നമ്പറിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.